ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ AI സംഗമം, പമ്പയിൽ നടത്തിയ സംഗമം, അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത്. കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ, ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട്, മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ആ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് CPM അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിൻ്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുളകം കൊള്ളുന്നത് കണ്ടു. കഴിഞ്ഞ നമ്മുടെ നമ്മൾ കണ്ടു വസ്തുതകൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ പുറത്തു വരുന്നത്. വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ്. വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്, ഞങ്ങളുടെ പങ്കാളിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെ എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത്? ഈ വസ്തുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്നൊരു കാലഘട്ടമാണ്. നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട്.